എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പൊ ലൂഫി റെയിലിയോട് യാത്രയൊക്കെ പറഞ്ഞ് അവന്റെ ബാണ്ടവും ബാഗൊക്കെ എടുത്ത് കപ്പലിനെ ലക്ഷ്യമാക്കി ഓടുകയാണ്. കപ്പലാണെങ്കിൽ ലൂഫിക്ക് വേണ്ടി 42ാം ട്രീയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. റെയിലിക്കാണെങ്കിൽ ലൂഫിയുടെ ഇപ്പോഴത്തെ വളർച്ചയും അവനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവും തോന്നും. കാരണം 1.5 വർഷക്കാലം അവന്റെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചും ട്രെയിനിങ് കൊടുത്തും അവനെ ഇങ്ങനെയാക്കി മാറ്റിയത് റെയിലിയാണ്. ഒരു മാസ്റ്റർ ആയിട്ടല്ല, മറിച്ച് ഒരു ഗ്രാൻഡ് പേ ആയിട്ടാണ് അവന്റെ കൂടെ നിന്നത്. അപ്പൊ റെയിലി ട്രെയിനിങ് കൊടുത്ത 1-2 ഇൻസിഡന്റ് ആലോചിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ട്രെയിനിങ് ടൈമിലുണ്ടായ 1-2 ഇൻസിഡന്റ് ഇപ്പൊ റെയിലി ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ റെയിലി ആണെങ്കിൽ അവന്റെ കണ്ണ് കെട്ടി ലൂഫിയോട് റെയിലി അറ്റാക്ക് ചെയ്യാൻ പറയും. ലൂഫിയുടെ എല്ലാ അറ്റാക്കിൽ നിന്നും ആണെങ്കിൽ അതേ സമർത്ഥമായി ആളുടെ പവർ ഉപയോഗിച്ച് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനുശേഷം ലൂഫിയുടെ കണ്ണ് കെട്ടി റെയിലി ലൂഫി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. റെയിലിയുടെ എല്ലാ അറ്റാക്കും ലൂഫി കറക്റ്റ് ആയിട്ട് അവന്റെ ബോഡി വെച്ച് തന്നെ തടുക്കും. അതിനുശേഷം ഓരോ ദിവസം പോകുന്തോറും നമ്മുടെ ചെക്കൻ അവൻ സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ട്രെയിനിങ് എടുത്ത് പക്കായിട്ട് ചെയ്യും. അങ്ങനെ റെയിലി ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൂഫിയിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. അവർ രണ്ടുപേരും ഗ്രാൻഡ് പേയും ഗ്രാൻഡ് ചൈൽഡും പോലെ ഹാപ്പി ആയിട്ട് അവിടെ കഴിയും. റെയിലി ആ പഴയ മെമ്മറികളെല്ലാം ആലോചിച്ച് ലൂഫിയെ തന്നെ നോക്കി നിൽക്കും. ലൂഫിയുടെ പുറകെ ആണെങ്കിൽ ഒരുപാട് നേവിക്കാര് അവരും വിട്ടുകൊടുക്കാതെ ലൂഫിയെ പിടിക്കാൻ അവന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. റെയിലി നിലവിളിച്ചു പറയും, ലൂഫി ഉറപ്പായാലും നീ നിന്റെ ലക്ഷ്യത്തിലെത്തണം, എന്റെ എല്ലാവിധ സപ്പോർട്ടും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് കേട്ട് ലൂഫിയും ഒത്തിരി ഹാപ്പി ആവും. അടുത്ത സെക്കൻഡ് റെയിലി ആളങ്ങനെ ആ നേവിക്കാരുടെ മുൻപിലൂടെ പാഞ്ഞു പോവും. അവരുടെ മുൻപിലാണെങ്കിൽ ഇപ്പൊ വലിയൊരു വിടവ് തന്നെ റെയിലി ക്രിയേറ്റ് ചെയ്യും. റെയിലി പറയും, അവരിപ്പോ അവരുടെ ജേണി തുടങ്ങാൻ പോവാണ്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഒരിക്കലും അവർക്കൊരു പ്രതിബന്ധമായിട്ട് മാറാൻ പാടില്ല. സോ നിങ്ങൾ ആരെങ്കിലും ആ ഒരു ലൈൻ ക്രോസ് ചെയ്ത് ഇവിടേക്ക് വന്ന പിന്നെ അവന്റെ കാര്യം അതോ ഗതി. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ കപ്പലിന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ കളക്ട് ചെയ്ത എല്ലാ സാധനങ്ങളും ഓരോ ഭാഗത്തു നിന്നും എടുത്ത് മുമ്പോട്ടേക്ക് ഓടും. ആ സാധനങ്ങളൊക്കെ കണ്ട് ഇപ്പൊ ലൂഫി സാഞ്ചിയോട് ചോദിക്കും, ഓ നീ ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അല്ലേ? അതിന് സാഞ്ചി, അതെ, ഇപ്പൊ എല്ലാവരും കുറെ മെച്ചുവേർഡായില്ലേ, സോ പഴയ അത്രയും ക്വാണ്ടിറ്റി എല്ലാവർക്കും മതിയാവില്ല. സോ കപ്പലിലേക്ക് വായോ, എല്ലാവർക്കും അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് പോകും. അപ്പൊ കുറച്ച് മിലിറ്ററി ആൾക്കാർ ഇപ്പൊ അവരുടെ തൊട്ടടുത്തേക്ക് വരികയാണ്. അടുത്ത സെക്കൻഡ് അവരെല്ലാവരും തലകുനിച്ച് വിഷമിച്ച് കരയാൻ തുടങ്ങും. ഞങ്ങൾ ഒരു കാരണവശാലും ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു, ഞങ്ങൾ ചെയ്തത് ഒരു വലിയ തെറ്റൊക്കെയാണെന്ന് പറഞ്ഞ് അവരിപ്പോ കുറ്റബോധത്തില് തല കുനിച്ചു നിൽക്കും. ആ നേവി ക്യാപ്റ്റൻ ആണെങ്കിൽ അതൊക്കെ കണ്ട് ഷോക്കാവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ പെറോണ വില്ലത്തി അവളും സോറയുടെ കൂടെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അവളാണ് അവരെ എല്ലാവരെയും അവളുടെ സോൾ പവർ ഉപയോഗിച്ച് അങ്ങനെ തളർത്തി കളഞ്ഞത്. സോറോ ആണെങ്കിൽ അവളെ കണ്ട് ഷോക്കായി, നീ ഇതുവരെ പോയില്ലേ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരികെ പോ, ഞങ്ങളുടെ സെയില് അത് ആരംഭിക്കാൻ പോവാണ്. അതിന് അവള് പറയും, ഞാനാണ് നിന്നെ ഇവിടം വരെ സേഫ് ആയിട്ട് കൊണ്ടുവന്നത്, സോ എനിക്ക് ടൈം ആവുമ്പോ ഞാൻ പോകും. സാഞ്ചി ആണെങ്കിൽ അവളെ നോക്കി വെള്ളം ഇറക്കി അവളുടെ അടുത്തേക്ക് വരും. അത് തീരെ പിടിക്കാഞ്ഞ നമ്മുടെ പെറോണ വില്ലത്തി അവള് കൈമടക്കി അവന്റെ മുഖത്താഞ്ഞടിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ചോപ്പർ പേർഡി ഐലാൻഡിലെ ബേർഡുമായിട്ട് അവിടേക്ക് പറന്നു വരിക. ലൂഫിക്കാണെങ്കിൽ അത്രയും വലിയ ബേർഡിനെ കണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അതേസമയം ഇവിടെ ട്രെയിൻ നമ്പർ 42ന്റെ അണ്ടറിൽ നമ്മുടെ ആൾക്കാർ ഒരുപാട് നേരമായി ലൂഫിക്കും ടീമിനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരങ്ങനെ കട്ട പോസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ബ്രൂക്കിന്റെ ശബ്ദം കേൾക്കുക. ബ്രൂക്കും ഡുവലിന്റെ കൂടെ അവിടേക്ക് ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. ബ്രൂക്ക് ആണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടി ഇപ്പോ നാമിയെയും റോബിനെയും പുകഴ്ത്തി തള്ളും. അതിനുശേഷം അവരുടെ ട്രൗസർ കാണിച്ചു തരൂ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. നാമി ഒന്നും നോക്കില്ല, കാലുമടക്കി ഒരൊറ്റ ചവിട്ട് ബ്രൂക്ക് അടിച്ച് താഴെ വീഴും. അടുത്ത നിമിഷം ചോപ്പർ ആൻഡ് ടീം അവര് കറക്റ്റ് ആയിട്ട് കപ്പലിലേക്ക് ലാൻഡ് ചെയ്യും. ലൂഫിക്കാണെങ്കിൽ എല്ലാവരെയും കണ്ട് ഭയങ്കര സന്തോഷം. ലൂഫിക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവരുടെയും കണ്ണില് പരസ്പരം കണ്ടതില് ഭയങ്കര ഹാപ്പിനെസ്സും എക്സൈറ്റ്മെന്റും ഒക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോബിനെയും നാമിയെയും കണ്ട് കൺട്രോൾ നഷ്ടപ്പെട്ട് മൂക്കിലൂടെ ബ്ലഡൊക്കെ വന്ന് താഴെ വീഴും. മറ്റൊരു ഭാഗത്ത് ലൂഫി അവൻ ഫ്രാങ്കിയുടെ ചേഞ്ച് കണ്ട് ടോട്ടലി ഷോക്കാവും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ്. 3 നേവി കപ്പല് അതിപ്പോ നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ നോക്കി ആറഞ്ചം ഫയർ ചെയ്യാണ്. അത് കണ്ട അടുത്ത സെക്കൻഡ് നമ്മുടെ പ്രിൻസസ് അവൾ അവളുടെ കപ്പലുമായി നേവി കപ്പലിന് ക്രോസ് വന്ന് ആ ബുള്ളറ്റ് എല്ലാം തന്നെ കല്ലാക്കി മാറ്റി ഫ്രീസാക്കി താഴേക്കിടും. നേവി ആൾക്കാരാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഹാൻകോക്ക്, ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ തടസ്സം വരുത്തരുത്. അതേസമയം ഇവിടെ റോബിനാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും മുൻപില് പ്രിൻസസ് ആരാണെന്നും എന്താണെന്നും പറഞ്ഞു കൊടുക്കും. അതാണ്
അവളാണ് ലേഡി ഹാൻകോക്ക്. അവള് ഭയങ്കര സുന്ദരിയാണെന്ന് പറയും. ഉടനെ എല്ലാവരും അവളെ ആശ്ചര്യത്തോടുകൂടെ നോക്കുകയാണ്. നമ്മുടെ ചെക്കന്മാരെല്ലാവരും ബൈനോക്കുലർ എടുത്ത് നോക്കി അവളെ കണ്ട് കല്ലായും ബോധം കെട്ടുമൊക്കെ ഇപ്പൊ ഓരോരുത്തരായിട്ട് താഴേക്ക് വീഴാൻ തുടങ്ങും. ഇവിടെ പ്രിൻസസ് ആണെങ്കിൽ ആ നേവിക്കാരുടെ മുൻപിൽ കൊഞ്ചി കൊഴഞ്ഞ് കുറുവിയൊക്കെ അവരെ മയക്കാനായിട്ട് തുടങ്ങും. അവരവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഗ്യാപ്പില് നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ ലൂഫിയെ നോക്കി കണ്ണടച്ച് കാണിക്കും. ലൂഫിക്ക് പിടികിട്ടും ആ ഗ്യാപ്പിൽ രക്ഷപ്പെടാനാണ് അവൾ പറയുന്നതെന്ന്. ലൂഫി പറയും അവൾ നമ്മളെ സഹായിക്കുകയാണ്. ആക്ച്വലി അവൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലവും ട്രെയിനിങ് എടുത്തതും എനിക്ക് ട്രീറ്റ്മെന്റ് തന്നതും ഒക്കെ അവളും അവളുടെ ആൾക്കാരും ഐലാൻഡിലുള്ളവരൊക്കെയാണ്. സാഞ്ചിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. സാഞ്ചി ഓടി വന്ന് ഇപ്പൊ ലൂഫിയുടെ കോളറിലൊക്കെ പിടിക്കും. സത്യം പറയും, നീ അവളുടെ ഐലാൻഡിലായിരുന്നോ ഇത്രയും കാലം ഉണ്ടായിരുന്നത്? ഞാനൊരു വൃത്തികെട്ട ഐലാൻഡിൽ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞ് അവനിപ്പോ മുട്ടുകുത്തി താഴെ ഇരുന്ന് കരയാൻ തുടങ്ങും. ഇവിടെ ചോപ്പറിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അവനിപ്പോ ബാക്കിയുള്ള ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ആ നേവി സോൾജേഴ്സിനെ കണ്ടിരുന്നോ? അവരെ നിങ്ങൾ അറ്റാക്ക് ചെയ്തിരുന്നോ? അതിന് ബാക്കിയുള്ള എല്ലാവരും പറയും, ഞങ്ങൾ കണ്ടിരുന്നു, പക്ഷെ ഞങ്ങൾ ആരും അവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ചോപ്പർ ആണെങ്കിൽ കൂലങ്കക്ഷായിട്ട് ആലോചിക്കാനായിട്ട് തുടങ്ങും. കാരണം നേവി ടീം അവരൊരുപാട് പേര് ആ ഐലാൻഡിലേക്ക് വന്നതാണ്. ആൾക്കാരെ ഓൾറെഡി അവർ തിരിച്ചറിഞ്ഞതുമാണ്. പിന്നെ എന്തുകൊണ്ട് അവർ ഇത്രയും സമയമായിട്ടും നമ്മൾ അറ്റാക്ക് ചെയ്യുന്നില്ല? അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഐലാൻഡിലുള്ള നേവി ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ജീവന് വേണ്ടിയിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവരിപ്പോ ഓരോരോ ജയന്റ് ജീവികള് അറ്റാക്ക് ചെയ്യാണ്. ഇത് ഉസോപ്പ് ഉണ്ടായിരുന്ന ഐലാൻഡിലുള്ള ജീവികളാണ്. അവറ്റകളെ എല്ലാം അവിടേക്ക് ഇറക്കി വിട്ടത് മറ്റാരുമല്ല, സാക്ഷാൽ ഹെറക്ലസ്. മറ്റൊരു ഭാഗത്ത് സാക്ഷാൽ ദാസ് ആളാണെങ്കിൽ വെതർ കൺട്രോളിംഗ് പവറൊക്കെ ഉപയോഗിച്ച് നേവിക്കാരുള്ള മറ്റൊരു ഭാഗത്ത് ശക്തിയായിട്ട് മഴ പെയ്യുകയാണ്. മഴ കാരണം അവർക്ക് ഓപ്പോസിറ്റുള്ള ആൾക്കാരെ കാണാൻ പോലും കഴിയില്ല. അതേസമയം ഇവിടെ ഫ്രാങ്കി അവനാണെങ്കിൽ കപ്പലിന്റെ അടിയിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ബാഗ് അതിപ്പോ റിമൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം ഒരു ഫ്ലോട്ടിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അവരുടെ കപ്പല് കടലിന് അടിയിലൂടെ പോകും. അത് കപ്പലിന്റെ അടിയിലേക്ക് തിരികെ ഫിക്സ് ചെയ്ത കപ്പല് മുകളിലേക്ക് ഉയരും. ഓൾറെഡി അവരുടെ കപ്പല് മുഴുവനായിട്ടും കോട്ടിംഗ് കൊടുത്തതും വലിയൊരു ബബിളിൽ സറൗണ്ട് ചെയ്തതുമാണ്. സോ ഈസി ആയിട്ട് കടലിന്റെ ഉള്ളിലൂടെയും പുറത്തുകൂടെയും വളരെ സ്പീഡിൽ ട്രാവൽ ചെയ്യാം. അതേസമയം നമ്മുടെ പെറോണ അവളുടെ ഗോസ്റ്റുകളെ ഉപയോഗിച്ച് ഒരുപാട് നേവിക്കാരെ കൺട്രോൾ ചെയ്യും. കട്ട് ചെയ്ത ചോപ്പർ അവൻ കപ്പലിനുള്ളിലെ ഒരു റോപ്പ് അത് അഴിക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് നേവി കപ്പലുകൾ കാണുക. ഇനി ഇവിടെ നിന്ന അത് വലിയ അപകടമാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് അവൻ ബാക്കിയുള്ളവരോട് പറയും. അതേസമയം മറ്റൊരു ഭാഗത്ത് കമബക ഐലാൻഡിൽ നിന്ന് വന്ന നമ്മുടെ ഇവാൻഡ് അസിസ്റ്റൻസ് അവരെല്ലാവരും അവരുടെ ബ്യൂട്ടി ഒക്കെ കാണിച്ച് ആ നേവിക്കാരെ പേടിപ്പിക്കുകയാണ്. അവരുടെ നടപ്പും ഭാവവും ഒക്കെ കണ്ട് പേടിച്ച് ഗണ്ണും കത്തിയും ഒക്കെ താഴേക്ക് വലിച്ചെറിഞ്ഞ് പൂർവാധികം അവർക്ക് മുൻപിൽ കീഴടങ്ങി നിൽക്കും. ഇവിടെ ഫ്രാങ്കി ആ ഫ്ലോട്ടിംഗ് ബാഗ് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ലൂഫി ആണെങ്കിൽ അവന്റെ ടീംമേറ്റ്സിനെ എല്ലാം കപ്പലിന് മുൻപിലേക്ക് വിളിക്കും. ഓൾറൈറ്റ് ഗായ്സ്, 2 വർഷത്തിന് ശേഷം നമ്മളിപ്പോ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ എടുത്ത ഒരു സെൽഫിഷ് ആയിട്ടുള്ള തീരുമാനം അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് നിങ്ങളെ ഓർത്ത് സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും ഉണ്ട്. ലൂഫി കൈ മുകളിലേക്ക് ഉയർത്തി ഇനി പുതിയൊരു ചരിത്രത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കപ്പലിപ്പോ അവര് പതിയെ പതിയെ കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.